ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലിഗ്രഫി എന്ന് പറയുന്നത് അല്ലാതെ ചെറിയ വാചകമാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് മാർക്കറും അതുപോലെ തന്നെ ടെക്സ്റ്റ് CD മാർക്കർ പോലത്തെ ഒരു ജെൽ മഷിയാണ്. പിന്നെ ഒരു ബ്ലാക്ക് ഇങ്കാണ് നമ്മുടെ ഇന്നത്തെ കാലിഗ്രഫിക്ക് യൂസ്. സോ നമ്മൾ ഇന്നത്തെ കാലിഗ്രഫിക്ക് ഈ 3 പേനകൾ, അതായത് ഒരു മാർക്കർ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ 3 ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലിഗ്രഫി ചെയ്യുന്നത്. സോ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതൊരിക്കലും മറക്കരുതേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പെൻസിലും സ്കെയിലും വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോഴാണ് കൂടുതൽ ഫിനിഷിങ് കിട്ടുക. അപ്പോൾ ഇതേ ഞാനിവിടെ സ്കെയിലും പെൻസിലും എടുത്തിട്ടുണ്ട്. സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് വളയാതെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്കെയിലും പെൻസിലും വെച്ചിട്ട് ആദ്യം എഴുതി കൊടുക്കാം. നമ്മൾ അലിഫ് ആദ്യം മെല്ലെ വരച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വരച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ നമ്മൾ എവിടേക്കെങ്കിലും ചെന്ന ഭാഗമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് സ്കെയിൽ വെച്ച് ഇതുപോലെ സ്കെയിൽ വെച്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ വൃത്തി കിട്ടുക. അപ്പം അങ്ങനെ എഴുതുന്നതാണ് കൂടുതൽ ബെറ്റർ. ഞാനധികവും കാലിഗ്രഫി എഴുതും. എനിക്ക് എത്ര അറിയുന്ന വാചകമാണെങ്കിലും ഞാൻ ആദ്യം ഒന്ന് പെൻസിൽ വെച്ച് അടയാളപ്പെടുത്തും. അതാകുമ്പോൾ പിന്നെ മാർക്ക് യൂസ് ചെയ്തിട്ട് മെല്ലെ അങ്ങോട്ട് എഴുതിയാൽ മതി. പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ അലിഫ് ഇങ്ങനെ ഒരു വിധമായിട്ടുണ്ട്. അതേ അലിഫ് നമ്മൾ സ്കെയിലൊക്കെ വെച്ച് ഈ മോഡലാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ അള്ളാ എന്നുള്ളത് ലാം എഴുതാൻ തുടങ്ങുകയാണ്. ലാം ഇങ്ങനെ കട്ടില്ലാത്ത ബോൾഡിൽ എഴുതണാവും നല്ലത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അലിഫ് എഴുതിയപോലെ 2 ലെയറായിട്ട് എഴുതും. അപ്പോൾ അതേ നമ്മളുടെ ലുക്ക് ഇങ്ങനെയാണ്. പെൻസിലോട്ടുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റോണിൻ്റെ സാധാ ജെൽ മഷിയാണ്. ഇതിൻ്റെ നിബ് എന്ന് പറയുന്നത് ഈ ഒരു കട്ടില്ലാത്ത മോഡലാട്ടോ. എനിക്കിത് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആർക്കും കൂടുതൽ ഭംഗി കിട്ടുക. ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഉള്ളിൽ ബോർഡുള്ള മാർക്ക് വെച്ച് ചെയ്യണതാണ് കൂടുതൽ ഫിനിഷിങ് ലഭിക്കുക. അത് നമ്മളിത് ഇതുകൊണ്ട് വെച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ വരയ്ക്കാനും പറ്റും. നമ്മളിത് സ്കെയിൽ എടുത്തു. ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നേരെ വരയ്ക്കാം. ഔട്ട്ലൈൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതുമ്പോഴാണ് കൂടുതൽ വൃത്തി കിട്ടുക. അപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ എഴുതി തുടങ്ങണം. അതേ നമ്മൾ ഏകദേശം ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഹാൻ എഴുതാനുള്ളത്. ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ മൂലഭാഗത്ത് നല്ല തിന്നായിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ വൃത്തി കിട്ടുക. പിന്നെ മറ്റുള്ള ഭാഗത്ത് നല്ല തിക്കുമായിരിക്കണം. അപ്പം അങ്ങനെ എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. അത് ഞാൻ ഈ കട്ടിൽ ഇപ്പം ഈ ഭാഗത്താണ് തിന്ന് വേണ്ടത്. അത് ഈ ഭാഗത്ത് തിക്കുമായിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഹായിൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ടെക്സ്റ്റോ എന്നുള്ള ഒരു ജെൽ മഷിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ. ഇനി ബബിൾസൊക്കെ നമുക്ക് അത് വെച്ചിട്ട് തന്നെ ഇടാനുള്ളത്. അപ്പോൾ അതേ ഇനി നമുക്ക് അടുത്തതായിട്ട് യൂസ് ചെയ്യണത് പെർമനൻറ്റ് മാർക്കറാണ്. ഈ മാർക്കർ വെച്ചിട്ടാണ് അധികം കാലിഗ്രഫി ചെയ്യാറുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെയും ചെയ്ത എല്ലാ കാലിഗ്രഫി ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതേ നമുക്കിത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തില്ല അതിൻ്റെ ഉള്ളിലൂടെ ഇത് വരയ്ക്കാം. ഔട്ട്ലൈൻ്റെ ഉള്ളിലൂടെ വരയ്ക്കാനുള്ളത്. അപ്പോൾ നല്ല ബോൾഡുള്ള ടൈപ്പാട്ടോ ഈ മാർക്കർ. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇത് കളർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളിങ്ങനെ കളർ ചെയ്യണം. അപ്പോൾ സ്കെയിൽ വെക്കുമ്പോൾ നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകില്ല എന്നുള്ളൊരു പേടിയുണ്ട്. പേടിയില്ല. അപ്പോൾ അതേ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുത്ത് നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ചെയ്തുകൊണ്ട് പിന്നെ വല്ലാതെ പേടിക്കാനൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതേ കൊടുത്ത് ലാസ്റ്റ് ഹായിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ആമ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഹായിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് 2 സൈഡിലും ചെയ്യാൻ നോക്കാം. എന്നിട്ട് നടുവിൽ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് പുറത്തേക്ക്
പോവാതെ നേരെ കിട്ടുള്ളൂ കേട്ടോ. നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നും കഴിഞ്ഞിട്ടില്ല, നമ്മൾ ബാക്കി ഇവിടെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമ്മളുടെ പണി എന്ന് പറയുന്നത് ഈ ചെറിയ വവൽസും കാര്യങ്ങളും അയിമ എഴുതാനാണ് ഇനി അടുത്ത പണി. അപ്പോൾ നമ്മളുടെ പെർമനൻറ്റ് മാർക്കർ കൊണ്ടുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് മറ്റേ ഈ വവൽസ് അങ്ങനത്തെ ചിഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സാധാ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ടെക്സ്റ്റൂണിൻ്റെ ജെൽ ഇങ്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ വവൽസും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ ആദ്യം ഹംസക്കൊക്കെ റെഡിയാക്കി കൊടുക്കാം. ഹംസ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഈ ഷേപ്പിൽ എഴുതി നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഈ ഷേപ്പിലാണ് എഴുതിയത്. അതെ, നമ്മൾ ഹംസ ഈ ഒരു വിധത്തിൽ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹംസേൻ്റെ പണി കഴിഞ്ഞിട്ട് അടിയിട്ട് നമ്മളുടെ ചെറിയ ചിഹ്നം, ഞാൻ ഈ കാലിഗ്രഫിയിൽ അത്ര കൂടുതലായിട്ട് ചിഹ്നമൊന്നും കൊടുത്തിട്ടില്ല. വവൽസും കാര്യങ്ങളൊന്നും ഞാൻ അത്ര കൂടുതലായിട്ട് കൊടുത്തിട്ടില്ല. ഞാനത് കുറച്ച് ചെറിയ അവിടെ ഇവിടെ ചെറിയൊരു വവൽസ് അങ്ങനത്തെ ചെറുതായിട്ടുള്ളൂ. പിന്നെ അക്ഷരങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അലിഫ്, ഹംസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വവൽസ് കാര്യങ്ങൾ ഞാൻ വല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മളുടെ അന്നുള്ള ലാമിൻ്റെ അടിയിലൊരു ചെറുതായിട്ടൊരു ലാമിൻ്റെ ചിഹ്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലുക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ടത് അള്ളാന്നുള്ളതിൻ്റെ ആ കട്ടി കൂട്ടുന്ന ആ ശ്രദ്ധയാണ്. ഏകദേശം എല്ലാം നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എല്ലായിടത്തും മിക്സ് ആയതൊക്കെ ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ പരിപാടിയും കൂടി കഴിഞ്ഞ് നമ്മളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം വവൽസോ കാര്യങ്ങളൊന്നും ഞാൻ അതിലോട്ട് ചെയ്തിട്ടില്ല. ഇതാണ് ലുക്ക്. അതേ നമ്മൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആദ്യം തന്നെ മാർജിൻ ഇട്ട് വെക്കണം കേട്ടോ. മാർജിൻ ഇടുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി കിട്ടുക. നമ്മുടെ വീഡിയോ ഫൈനൽ ലുക്കിൻ്റെ എങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.